വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. നമ്മളിന്ന് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിന്റെ ഫസ്റ്റ് ലെക്ചറർ ക്ലാസ് ആണ്. നമ്മൾ അതുകൊണ്ട് തന്നെ ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഈ ക്ലാസ് കാണുന്നത്. വളരെ എളുപ്പത്തിൽ എങ്ങനെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് പഠിക്കാം എന്നാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ആമുഖം എന്ന രീതിയിൽ ഇൻട്രൊഡക്ഷൻ, നീഡ് ഫോർ സ്റ്റഡി, ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ് ആൻഡ് മെറ്റീരിയൽസ്, ലൈൻസ്, ലെറ്ററിംഗ് ആൻഡ് ഡയമെൻഷനിങ്, ജോമെട്രിക് കൺസ്ട്രക്ഷൻസ്, സ്കെയിൽസ് ആൻഡ് കോണിക് സെക്ഷൻസ്, ഇത്രയും പാർട്ടാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് നമുക്ക് പറയാനുള്ളത്. നമുക്കറിയാം എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് എഞ്ചിനീയേഴ്സ് ആണ്. യെസ്, ആസ് എ പ്രൊഫഷണൽ എഞ്ചിനീയർ നമ്മൾ ഡ്രോയിങ്ങിലൂടെയാണ് നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡ്രോയിങ് നമ്മൾ എന്ത് ഡിസൈൻ വർക്കാണ് അല്ലെങ്കിൽ എന്ത് വർക്കാണ് അല്ലെങ്കിൽ എന്ത് മോഡലാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ഐഡിയ ആണ് കസ്റ്റമറിനും അതുവഴി എഞ്ചിനീയറും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ നീഡ് ഫോർ സ്റ്റഡി എന്ന് പറയുന്നതും അത് തന്നെയാണ്. എന്താണ് ഈ ഡ്രോയിങ്ങിലൂടെ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ കസ്റ്റമറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ത്രൂ എ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ എ ഗുഡ് ഡിസൈൻ, എ ഗുഡ് പ്രൊഡക്റ്റ് വിൽ ബി ഡെവലപ്ഡ്. അതാണ് അതിൻ്റെ നീഡ് ഫോർ സ്റ്റഡി എന്ന് പറയുന്നത്. ഇത് ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് അപ്ലിക്കേഷൻസും എല്ലാ ഡിസൈൻ എഞ്ചിനീയറിംഗും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സെക്ടറുകളിലും എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സിലേക്കും മെറ്റീരിയൽസിലേക്കും വരികയാണെങ്കിൽ നമുക്കറിയാം സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലച്ച് പെൻസിൽ, HB പെൻസിൽ, അതുപോലെ തന്നെ H പെൻസിൽസ് ആണ് നമ്മൾ സാധാരണ ഡ്രോയിങ്ങിന് യൂസ് ചെയ്യുക. തിക്ക് ലൈനിന് യൂസ് ചെയ്യുന്നത് H പെൻസിൽസ് ആണെങ്കിൽ തിൻ ലൈനിന് നമ്മൾ 0.25 mm തിക്നെസ് ഉള്ള H പെൻസിൽസ് ആണ് യൂസ് ചെയ്യുക. സോ ലെറ്ററിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെറ്ററിങ് ഉണ്ട്. അതിൻ്റെ ഫോണ്ട് സൈസ് ഉണ്ട്, മെത്തേഡ് 1, മെത്തേഡ് 2, അല്ലെങ്കിൽ ആസ് പെർ BIS കോഡ്സ് നമുക്ക് ഒരുപാട് ലെറ്ററിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. നമുക്കതൊക്കെ കൂടുതൽ ക്ലാസ്സുകളിൽ നോക്കാം. ഡയമെൻഷനിങ്ങിനും പ്രോപ്പറായിട്ട് ഡയമെൻഷനിങ്സ് ഉണ്ട്. ഓരോ കോഡ്സ് വെച്ചിട്ടും അല്ലെങ്കിൽ സിമ്പിൾസ് വെച്ചിട്ടുമാണ് നമ്മൾ പല നൊട്ടേഷൻസും സിമ്പിൾസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഡയമീറ്റർ കാണിക്കുകയാണെങ്കിൽ നമ്മൾ 5 എന്ന് പറയുന്ന ഇൻഡിക്കേഷനാണ് കാണിക്കുക. റേഡിയസ് കാണിക്കുകയാണെങ്കിൽ R എന്ന് പറയുന്ന കോഡ്സ് ആണ് കാണിക്കുക. അങ്ങനെ ഷോർട്ട് കീസും ഷോർട്ട് കോഡ്സുമായിട്ട് ഡയമെൻഷനിങ്ങിനും നമുക്ക് ഗ്രാഫിക്സിൽ അതിൻ്റെതായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പാർട്ടുകളുണ്ട്. ദെൻ കംസ് ടു ജോമെട്രിക് കൺസ്ട്രക്ഷൻസ്. ആസ് എൻ ഇൻട്രൊഡക്ഷൻ പാർട്ട്, ജോമെട്രിക് കൺസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് വരയ്ക്കുന്ന പോളിഗൺസ് അല്ലെങ്കിൽ കോണിക് സെക്ഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പോർഷൻസ് ആണ് ജോമെട്രിക് കൺസ്ട്രക്ഷൻസിൽ വരുന്നത്. പെൻഡഗൺ, ഹെക്സഗൺ, സ്ക്വയർ, ട്രയാങ്കിൾ, ഇതൊക്കെ നമുക്ക് ജോമെട്രിക് കൺസ്ട്രക്ഷൻസിൽ നമുക്ക് പഠിക്കാം. ദെൻ കം സ്കെയിൽസ്. സ്കെയിൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മൾ ആസ് പെർ റൂൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഫുൾ സൈസ് സ്കെയിലാണ് വരയ്ക്കുക. ഇപ്പോൾ നമുക്ക് ലാർജർ ഒബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സൈസ് റെഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ റെഡ്യൂസ്ഡ് സ്കെയിലിലേക്ക് പോകും. അതുപോലെ തന്നെ എൻലാർജ്മെന്റ് സ്കെയിലുണ്ട്. ഇപ്പോൾ ചെറിയ ഒബ്ജക്റ്റുകളൊക്കെ ആണെങ്കിൽ ഫോർ ദ ഈസി ടു കമ്മ്യൂണിക്കേഷൻ നമ്മൾ അതിനെ എൻലാർജ് ചെയ്ത് വരയ്ക്കും. ദാറ്റ് ഈസ് കോൾഡ് സ്കെയിൽസ്. അതാണ് നമ്മൾ സ്കെയിൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതുപോലെ തന്നെ കോണിക് സെക്ഷൻസിൽ നമ്മൾ കൂടുതലായിട്ടും സർക്കിൾസും പോളി സർക്കിൾസും അല്ലെങ്കിൽ എപ്പിസൈക്ലോയിഡ് അങ്ങനെയുള്ള സർക്കിൾസും സൈക്ലോയിഡ് രീതിയിലുള്ള എല്ലാ കർവുകളാണ് നമ്മൾ കോണിക് സെക്ഷൻസിൽ പഠിക്കുക. ഇത്രയൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചാപ്റ്ററും ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് കാണാം. കൂടുതൽ വീഡിയോകൾ നമുക്കതിൽ അതിന് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് സഹായകരമാകുമെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഫോർ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്. താങ്ക് യു.